ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 3 വയസ്സ് മെഷർമെൻറ്റിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കോട്ടൺ ഫ്രോക്കിൻ്റെ വീഡിയോ കാണാം. വളരെ സിമ്പിൾ മെത്തേഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ്. അതിന് വേണ്ടിയിട്ട് യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ പീസിൻ്റെ നീളം എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്, വീതി 14 ഇഞ്ചും. ഈ 14 ഇഞ്ച് വീതിയും 8.5 ഇഞ്ച് നീളത്തിലും 2 പീസ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും വേണ്ടിയിട്ടുള്ള യോക്ക് പീസിന് വേണ്ടിയിട്ട്. നമുക്കിതിനെ രണ്ടായിട്ടൊന്ന് മടക്കിയിടാം. ലെവലിലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ നിന്ന് വലത് ഭാഗത്തേക്ക് 4.5 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നേരെ താഴേക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വരഞ്ഞു കൊടുക്കാം. ചെസ്റ്റിന് വേണ്ടിയിട്ട് 5.5 ഇഞ്ചാണ് ചെസ്റ്റ് എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്കിതൊന്ന് ഒരു ആം ഹോൾ കേവ് പോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ വണ്ണം അടയാളപ്പെടുത്താം. വേസ്റ്റിൻ്റെ വണ്ണം 5.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും അളവ് ഓരോ കുട്ടിയുടെയും വണ്ണത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. ഇനി അവിടെ നിന്ന് നമുക്ക് താഴെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിലും അതുപോലെ ഒരു 1/2 ഇഞ്ച് താഴെ ഈ ഇടതുവശത്തേക്ക് ചെരിച്ച് കൊടുക്കുന്നുണ്ട്. താഴെ ചരിച്ചിട്ടുമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിനി നമുക്ക് ആ ഒരു എക്സ്ട്രാസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ആം ഹോൾ കേവും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ലൈനിങ് നമുക്ക് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതേ അളവിൽ തന്നെ ഇത് മടക്കി വെച്ച് അതേ അളവിൽ തന്നെ നമുക്ക് ഇതേപോലെ 2 പീസ് ലൈനിങ്ങിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 10 ഇഞ്ച് വീതിയിൽ നീളത്തിൽ. അതിൽ നിന്ന് നമുക്ക് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. സോറി, ഞാൻ 10 ഇഞ്ച് എന്നാണല്ലേ പറഞ്ഞത്, 8.5 ഇഞ്ച്. നമ്മൾ എത്രയാണോ യോക്ക് പാർട്ടിന് നമ്മൾ നല്ല മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തത് അതേ നീളം തന്നെയാണ് ലൈനിങ്ങിനും എടുത്തിരിക്കുന്നത് കേട്ടോ. ലൈനിങ്ങിൻ്റെ എക്സ്ട്രാസൊക്കെ നമ്മൾ ആ ഒരു കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ മെയിൻ ക്ലോത്ത്, അത് വെച്ച് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞെടുത്താൽ മതി. അതേ സെയിം അളവിൽ തന്നെ. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ യോക്കിന് വേണ്ടി കട്ട് ചെയ്ത് അതിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ചിട്ട് ഈ ഒരു മുകൾ ഭാഗത്ത് ആം ഹോളും ആ നെക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് അടിച്ചിട്ട് നമ്മൾ ഉള്ളിലകത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സൈഡ് മാത്രം അടിച്ചിട്ട് ഉള്ളിലേക്ക് തിരിച്ച് മടക്കിയിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ബോട്ടം പാർട്ടിനേക്കുള്ള പീസ് കട്ട് ചെയ്യാം. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 16 ഇഞ്ചും വീതി 43 ഇഞ്ചുള്ള 2 പീസാണ്. 16 ഇഞ്ച് നീളവും 43 ഇഞ്ച് വീതിയുള്ള 2 പീസ് മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ബോട്ടം പാർട്ടിന് വേണ്ടിയിട്ട്. ഒന്ന് ഫ്രണ്ട് പീസിനും ഒന്ന് ബാക്ക് പീസിനും വേണ്ടിയിട്ട്. ഇത് നമുക്ക് അടിഭാഗം മടക്കി അടിച്ചിട്ട് ഫ്രില്ലിട്ടെടുക്കാനുള്ള പീസാണ്. നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഫ്രണ്ടിൽ യോക്ക് ഭാഗത്ത് നമ്മൾ ഫ്രിൽസ് കൊടുക്കുന്നുണ്ടല്ലോ, ആ ഫ്രിൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാബ്രിക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. 35 ഇഞ്ചാണ് ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത്. നീളം എന്ന് പറയുന്നത് 4 ഇഞ്ച്. 4 ഇഞ്ച് നീളവും 35 ഇഞ്ച് വീതിയുള്ള ഇതുപോലത്തെ 2 ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിനിങ്ങനെ നടുവേ മടക്കിയിട്ടതിന് ശേഷം താഴത്തെ ആ ഒരു 4 പീസായിട്ട് വരുന്ന ഭാഗമുണ്ടല്ലോ, നന്നായിട്ട് മടക്കിയിടുമ്പോൾ 4 പീസ് കിട്ടും. അവിടുന്ന് അടിഭാഗത്ത് അതൊന്ന് മുകളിൽ നിന്ന് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് നമുക്ക് ഒന്ന് അടിഭാഗം ഒന്ന് ഇതേപോലെ ചെറിയ വീതിയിലൊന്ന് മടക്കി ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 2 സ്ട്രിപ്പിന് വേണ്ടിയിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതേപോലെ മടക്കി ഉള്ളിലേക്ക് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഉള്ളിലേക്ക് മടക്കിയിട്ട് പിന്നെ അത് നടുവേ ഒന്നും കൂടി മടക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഫ്രിൽസ് ഇട്ടപ്പോൾ അത് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു മെയിൻ ക്ലോത്ത് യോക്കിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുള്ള ഇതിൻ്റെ സൈഡിൽ 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കട്ടിട്ട് കൊടുത്തിട്ട് നമുക്കത് ഉള്ളിലേക്ക് അകത്തേക്ക് മറച്ചിട്ട് കൊടുക്കാം. ലൈനിങ് ഓക്കെ, ഇതേപോലെ മറച്ചിട്ട് നന്നായിട്ടൊന്ന് പതിച്ച് കൊടുക്കാം. 2 പീസും ഇതേപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഫ്രിൽസിന് വേണ്ടിയിട്ടുള്ള കട്ട് ചെയ്ത് വെച്ച പീസ് അടിഭാഗം ചെറിയ വീതിയിൽ നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കൂടെ ഒരു ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഇങ്ങനെ സ്റ്റിച്ച് ലൂസാക്കിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അതിൽ നിന്ന് നമ്മൾ ഒരു നൂലിങ്ങനെ എടുത്തിട്ട്
ഒരു നൂല് നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് മറ്റേത് നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വലിച്ച് വലിച്ച് കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ ഫ്രിൽസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഫ്രിൽസായിട്ട് എടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ എളുപ്പമായിരിക്കും. നമ്മൾ ഫ്രില്ലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ മെയിൻ യോക്കിൻ്റെ പോർഷൻ എടുത്തിട്ട് ഒന്ന് ഇതുപോലെ അകത്തി വെച്ച് കൊടുക്കണം. 5 ഇഞ്ചാണ് ഞാനിതിൻ്റെ ആ ഒരു നെക്കിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം ഉണ്ടല്ലോ, 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 2.5 ഇഞ്ച് ബാക്കും 2.5 ഇഞ്ച് ഫ്രണ്ടും കൂടെ വരുന്ന പോലെ. ഇനി 5.5 ഇഞ്ച് നമ്മൾ 5 ഇഞ്ച് അകലത്തിൽ ഇതെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സ്ട്രിപ്പ് എടുത്ത് വെച്ചില്ലേ, നമ്മൾ തയ്ച്ച് വെച്ചില്ലേ, അതൊന്ന് വെച്ച് കൊടുത്ത് നോക്കാം. ഇതേപോലെ എക്സ്ട്രാ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഞാൻ ഈ സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ വേണം നമുക്കിതുപോലെ ഈ ഫ്രിൽസ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ബാക്കി നമുക്ക് ഈ സ്ട്രിപ്പിൻ്റെ എക്സ്ട്രാ നമ്മൾ നീളം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ സ്ട്രിപ്പേലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എവിടെയാണ് നമുക്കിത് ഈ ഒരു യോക്കിൻ്റെ ഭാഗം നമ്മൾ എവിടെയാണ് ചേർത്ത് അടിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് ഫ്രിൽസ് ഒന്ന് അറ്റാച്ച് സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ വെച്ച് തയ്ച്ചെടുക്കണം. 2 ഫ്രില്ലും ഈ സ്ട്രിപ്സ് അതിന് അകത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കാം. ഇതിങ്ങനെ ഉള്ളിൽ കയറ്റി വെച്ച് കൊടുത്തിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്ട്രിപ്സും ആ ഫ്രില്ലും തയ്ച്ചതുണ്ടല്ലോ, ഈ യോക്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇതുപോലെ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ആ ലേസ് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് വരുന്ന രീതിയിൽ വേണം ഇത് അറ്റാച്ച് ചെയ്ത് യോക്കിലേക്ക് നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ ഫ്രില്ല് ഈ മറ്റേ ലേസ് വരുന്ന ഭാഗവും ഈ ഫ്രിൽസ് ജോയിൻ ചെയ്ത ഭാഗമുണ്ടല്ലോ, ആ 2 ഭാഗവും നമ്മളതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു വേസ്റ്റ് ബാൻഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 23 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയുള്ള 2 പീസാണ് അതിലേക്ക് എടുത്തിരിക്കുന്നത്. വേസ്റ്റ് ബാൻഡ് അടിക്കാൻ എല്ലാവർക്കും അറിയാം. നല്ല വശവും തമ്മിൽ ഇതേപോലെ മടക്കി വെച്ച് നല്ല വശം തമ്മിലിങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്ന് താഴത്തേക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും അടിഭാഗത്ത് നല്ല വീതിയിലും താഴെ എൻഡിലേക്ക് വരുമ്പോൾ വീതി കുറഞ്ഞ് വരുന്ന രീതിയിൽ, അതായത് നമ്മൾ തുടക്ക ഭാഗമില്ലേ, നമ്മൾ ഫ്രോക്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം, അവിടെ വീതി കുറഞ്ഞ് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് വരച്ച് കൊടുത്തിട്ട് ഈ ബാൻഡ് ഒന്ന് തയ്ച്ചെടുക്കണം. തയ്ച്ചതിന് ശേഷം നമുക്കിതുള്ളിലേക്ക് പുറത്തേക്ക് തിരിച്ചിട്ടെടുക്കണം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് ഈ സൈഡ് അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം എടുത്ത് ഇത് ഉള്ളിലേക്ക് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഫ്രില്ലൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് കയറി പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 വശത്തെയും ഫ്രിൽസൊക്കെ അകത്തേക്ക് ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം വേണം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അളവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് 2 സൈഡും അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു യോക്കിൻ്റെ പോർഷൻ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അളവ് ഒന്ന് നോക്കാം. 11 ഇഞ്ചാണ് നമുക്ക് വണ്ണം വേണ്ടത്. 11 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ലൈനിങ് നമുക്ക് ഇതേപോലെ അടിഭാഗം മടക്കി അടിച്ച് മുകളിൽ ഭാഗം ഇതേപോലെ 11 ഇഞ്ച് കറക്റ്റാക്കി റൗണ്ടാക്കിയിട്ട് ചെറിയ ഫ്രിൽസ് ഇട്ടിട്ട് എടുക്കാം. ഓക്കെ, അതുപോലെ ഇപ്പോൾ നമ്മൾ ലൈനിങ് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് ആദ്യം നമുക്കിതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഉൾവശത്ത് യോക്കിൻ്റെ ഉൾവശത്ത് വെച്ചിട്ടാണ് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത്. ലൈനിങ്ങിൻ്റെ നല്ല വശവും യോക്കിൻ്റെ നല്ല വശവും തമ്മിൽ ഇതുപോലെ ചേർത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലൈനിങ് നമ്മൾ ഉൾവശത്ത് വെച്ചും മെയിൻ ക്ലോത്ത് നമ്മൾ മുകൾ വശത്ത് വെച്ച് വരുന്നതാണ്, അതായത് നല്ല വശത്ത് വെച്ചിട്ടുമായിരിക്കും അറ്റാച്ച് ചെയ്തെടുക്കുന്നത്.
നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിന് താഴേക്ക് മറിച്ചിടുമ്പോൾ നമ്മളിതിനെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ സീം അലവൻസ് ഒന്നും കാണില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. സ്റ്റിച്ചൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മെയിൻ ക്ലോത്ത് ഫ്രിൽസ് ഇട്ടെടുക്കണം. നമ്മളത് 2 പീസായിട്ടാണല്ലേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 പീസ് തമ്മിൽ നമുക്ക് സെൻറ്ററിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നല്ല വശവും ചേർത്ത് വെച്ചിട്ട് വേണം ജോയിൻ ചെയ്തെടുക്കാൻ. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗം മടക്കി അടിച്ച് മുകൾ ഭാഗത്തു കൂടി നമ്മൾ നേരത്തെ ഫ്രിൽസിന് വേണ്ടിയിട്ട് ഒരു ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നൂല് വലിച്ചെടുത്തില്ലേ, അതേ മെത്തേഡിൽ തന്നെ ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നൂലിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഫ്രിൽസ് ഇട്ടെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഫ്രിൽസിൻ്റെ പണി അങ്ങ് കഴിയും. ഇതുപോലെ വലിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു റൗണ്ടിലായിട്ട് നമുക്കതൊന്ന് തയ്ച്ചെടുക്കാം. അരവണ്ണം 11 ഇഞ്ചിലാക്കിയിട്ട് ലൈനിങ് നമ്മൾ അറ്റാച്ച് എടുത്തില്ലേ, അതുപോലെ തന്നെ 11 ഇഞ്ചാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഫ്രിൽസ് ഇട്ടെടുത്ത് വെക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ ടോപ്പ് പോർഷനിലൂടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിത് ഉള്ളിലേക്ക് ലൈനിങ് ഒക്കെ നല്ലോണം മുകളിലേക്ക് ആക്കിയിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഈ ടോപ്പിൻ്റെ നല്ല വശവും ബോട്ടത്തിൻ്റെ നല്ല വശവും തമ്മിൽ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് റൗണ്ടിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗങ്ങൾ തമ്മിൽ ഒരേപോലെ വെക്കണം. ബോട്ടം നമ്മൾ ജോയിൻ ചെയ്ത ഭാഗമല്ലേ, ആ ജോയിൻ ചെയ്ത ഭാഗവും ടോപ്പിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത ഭാഗവും തമ്മിൽ ആ ജോയിൻറ്റുകൾ തമ്മിൽ ഒരേ ലെവലിൽ വരുന്ന പോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് റൗണ്ടിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ, നമ്മുടെ ഉടുപ്പിൻ്റെ പണിയോടെ കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.